നമസ്കാരം. മോക്ക് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോലീസ് കോൺസ്റ്റബിൾ CPO എക്സാമുകളുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചതാര്? പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചതാര്? ശരിയുത്തരം സ്മൃതി ഇറാനി. പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചതാര്? സ്മൃതി ഇറാനി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും മറ്റ് നിയമങ്ങൾക്കും കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ ഏത്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും മറ്റ് നിയമങ്ങൾക്കും കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ ഏത്? ശരിയുത്തരം സെക്ഷൻ 4. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും മറ്റു നിയമങ്ങൾക്കും കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ 4. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമേത്? ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമേത്? ശരിയുത്തരം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. കളവ് മുതലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കളവ് മുതലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ശരിയുത്തരം IPC 410. കളവ് മുതലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ IPC 410. IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് മൈനർ ആയി കണക്കാക്കുന്നത്? IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് മൈനറായി കണക്കാക്കുന്നത്? ശരിയുത്തരം 18. IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് മൈനറായി കണക്കാക്കുന്നത്? ഉത്തരം 18. കേരള പോലീസ് നിയമപ്രകാരം പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? കേരള പോലീസ് നിയമപ്രകാരം പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? ഉത്തരം സെക്ഷൻ 61. കേരള പോലീസ് നിയമപ്രകാരം പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 61. IPC സെക്ഷൻ 376 AB-യിൽ എത്ര വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? IPC സെക്ഷൻ 376 AB-യിൽ എത്ര വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ശരിയുത്തരം 12. IPC സെക്ഷൻ 376 AB-യിൽ എത്ര വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? 12 വയസ്സിന് താഴെയുള്ള സ്ത്രീ പീഡനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. NDPS നിയമത്തിലെ കുറ്റങ്ങളെയും അവയ്ക്കുള്ള ശിക്ഷയെയും പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? NDPS നിയമത്തിലെ കുറ്റങ്ങളെയും അവയ്ക്കുള്ള ശിക്ഷയെയും പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം ഏത്? ഉത്തരം അധ്യായം 4. NDPS നിയമത്തിലെ കുറ്റങ്ങളെയും അവയ്ക്കുള്ള ശിക്ഷയെയും പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം 4. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായുള്ള അപേക്ഷാ ഫീസ് എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായുള്ള അപേക്ഷാ ഫീസ് എത്ര? ശരിയുത്തരം 10 രൂപ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്.
എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു? എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം 9. എവിഡൻസ് ആക്ട് പ്രകാരം തെളിവുകളെ പ്രധാനമായും 9 തരമായി തിരിച്ചിരിക്കുന്നു. IPC സെക്ഷൻ 410 പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ത്? IPC സെക്ഷൻ 410 പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ത്? ഉത്തരം കളവ് മുതൽ. IPC സെക്ഷൻ 410 പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം കളവ് മുതലാണ്. പോക്സോ ഇ ബോക്സ് ആരംഭിച്ചതെന്ന്? പോക്സോ ഇ ബോക്സ് ആരംഭിച്ചതെന്ന്? ഉത്തരം 2016. പോക്സോ ഇ ബോക്സ് ആരംഭിച്ചത് 2016. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന CRPC സെക്ഷൻ ഏത്? സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന CRPC സെക്ഷൻ ഏത്? ശരി ഉത്തരം സെക്ഷൻ 43. സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന CRPC സെക്ഷനാണ് സെക്ഷൻ 43. കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ശരി ഉത്തരം IPC സെക്ഷൻ 299. കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന IPC സെക്ഷൻ 299. കേരള പോലീസിന്റെ ഘടന പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഏത്? കേരള പോലീസിന്റെ ഘടന പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഏത്? ഉത്തരം ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. കേരള പോലീസിന്റെ ഘടന പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. NDPS നിയമത്തിലെ സെക്ഷൻ 31A പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? NDPS നിയമത്തിലെ സെക്ഷൻ 31A പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? ശരി ഉത്തരം വധശിക്ഷ. NDPS നിയമത്തിലെ സെക്ഷൻ 31A പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വധശിക്ഷയാണ്. വിവരാവകാശ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? വിവരാവകാശ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? ശരി ഉത്തരം 2019 ഓഗസ്റ്റ് 1. 2019 ഓഗസ്റ്റ് 1. വിവരാവകാശ ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏത്? പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 14. ഉത്തരം സെക്ഷൻ 14. പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 14.